ഒറ്റപ്പെടൽ എല്ലാ പ്രായക്കാരും നേരിടുന്ന പ്രശ്നമാണ് എന്ന് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശൈലീഷ ജി. എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന തനിക്കും ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ട് എന്ന് മോട്ടിവേഷണൽ സ്പീക്കറായ ജോസഫ് അന്നക്കുട്ടി ജോസഫ് പറഞ്ഞു. മാതൃഭൂമി അക്ഷരോത്സവത്തിന് മുന്നോടിയായി അർബൻ ലോൺനെസ് എന്ന വിഷയത്തിൽ കൊച്ചിയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഒന്നിച്ചിരുന്ന് ഒറ്റപ്പെടലിനെ കുറിച്ച് പറയായിരുന്നു. ഒറ്റപ്പെടലും ചിരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെന്നാണ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ ശൈലേഷ ജി പറയുന്നത്. കാരണം മനുഷ്യരെ നോക്കി ചിരിക്കുകയും സാമൂഹ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും. സൗഹൃദമാണ് ഒറ്റപ്പെടലിന്റെ മരുന്നെന്നും ഡോക്ടർ ശൈലേഷ വ്യക്തമാക്കി. നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നമുക്ക് ചിലപ്പം ഒരു ഹലോ പറഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ഒരു കണക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എതിരെ വരുന്ന ഒരാളെ ഒന്ന് നോക്കി ചിരിച്ചാൽ അല്ലേ, സോഷ്യൽ സ്മൈൽ ഒന്ന് കൊടുത്താൽ ഉണ്ടാക്കാവുന്ന ഒരു കണക്ഷനായിരിക്കും. അപ്പോൾ അതിനെങ്കിലും മിനിമം ശ്രമിക്കുന്ന ഒരാളായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും എന്ന് തോന്നുന്നു മനഃശാസ്ത്രപരമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും കാലത്തിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും അതാത് കാലഘട്ടത്തിലെ ജൻസികളായിരുന്നുവെന്ന് മോട്ടിവേഷണൽ സ്പീക്കർ ജോസഫ് അന്നംകുട്ടി ജോസ് പറഞ്ഞു. ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞു, അത് പബ്ലിഷ് ചെയ്യാനിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 3 വർഷക്കാലം അതിൻ്റെ പുറകിലായിരുന്നു ഞാൻ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എംപ്റ്റിനെസ് തോന്നുന്നുണ്ട്. അത് നമ്മൾ നിരന്തരം മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഫോളോവേഴ്സ് ചുറ്റുമുള്ള, വിവിധ വേദികളിൽ പോകുന്ന ഞാൻ പോലും ഒരു ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ലൈഫിൽ ലോൺലിനെസ് ഉണ്ടാവും എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ആണ്. സൽമാൻ ഖാനോട് പണ്ട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സൽമാൻ ഖാൻ ഒറ്റയാണല്ലോ, അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. സൽമാൻ ഖാൻ പറഞ്ഞിട്ടുള്ള കാര്യം, when you are interested in everyone but nobody is interested in you, that is loneliness. ചർച്ചകളിൽ പങ്കെടുത്തവർ ഒറ്റപ്പെടലിനെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവച്ചു. മാധ്യമപ്രവർത്തക ഷബിത ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.